വചനാഗ്നി വചനാഗ്നി ആത്മാവിൽ അഭിഷേക വചനാഗ്നി 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 ആത്മാവിൽ അഭിഷേക വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും അറിയട്ടെ വചനാഗ്നി ദേശങ്ങൾ രാജ്യങ്ങൾ ഗോത്രങ്ങൾ വംശങ്ങളെങ്ങും പടരട്ടെ വചനാഗ്നി യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ പ്രിയപ്പെട്ട ദൈവജനമേ, ക്രിസ്മസ് അടുത്തു വരികയാണല്ലോ. ആയതിനാൽ ക്രിസ്തുമസുമായി ബന്ധപ്പെട്ട് യേശുവിൻ്റെ ജനന തിരുനാളുമായി ബന്ധപ്പെട്ട് ദൈവവചനത്തിൽ നിന്ന് ഇന്ന് നമ്മൾ ധ്യാനിക്കുകയാണ്. ലൂക്കായുടെ സുവിശേഷവും മത്തായിയുടെ സുവിശേഷത്തിൽ നിന്നുമുള്ള 2 ഭാഗങ്ങൾ കൂട്ടിച്ചേർത്താണ് ഇന്ന് നമ്മൾ ക്രിസ്മസ് സന്ദേശമായി നിങ്ങൾക്ക് നൽകുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ആയതിനാൽ ലൂക്കായുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായം 26 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ നമുക്കെല്ലാം സുപരിചിതമായ തിരുവചന ഭാഗമാണിത്. ഇവിടെ തിരുവചന ഭാഗം പറയുന്നു, 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ ദാവീദിൻ്റെ വംശത്തിൽ ജോസഫ് എന്ന പേരായ പുരുഷനുമായി വിവാഹം നിശ്ചയം ചെയ്തിരിക്കുന്ന കന്യകയുടെ അടുക്കിലേക്ക് കണ്ടോ ദൈവത്താൽ അയക്കപ്പെട്ടു. ജോസഫുമായി വിവാഹം നിശ്ചയം നടത്തിക്കഴിഞ്ഞ മറിയത്തിൻ്റെ അടുക്കിലേക്ക് ദൈവത്താൽ ദൈവദൂതൻ അയക്കപ്പെടുകയാണ് ചെയ്യുന്നത്. എന്നിട്ട് ഈ മറിയത്തോട് ദൈവദൂതൻ എന്താണ് പറയുന്നത്? അവളുടെ പേര് മറിയം എന്നായിരുന്നു. ദൂതൻ അവളുടെ അടുക്കൽ വന്നു പറഞ്ഞു, കൃപ നിറഞ്ഞവളെ സുസ്തി, കർത്താവ് നിന്റെ കൂടെ. കൃപ നിറഞ്ഞവളെ സ്തുതി, കർത്താവ് നിന്റെ കൂടെ. മത്തായിയുടെ സുവിശേഷത്തിലും ഇതേ ഭാഗം പറയുന്നു, കന്യകയുടെ അടുക്കിലേക്ക് കണ്ടു വിവാഹം നിശ്ചയം കഴിഞ്ഞ കന്യകയുടെ അടുക്കിലേക്ക് ദൈവദൂതൻ ചെന്നു എന്ന്. അപ്പോൾ വിവാഹം നിശ്ചയം കഴിഞ്ഞ മറിയം അവൾ ഒരു കന്യകയായിരുന്നു. കന്യകയായി തുടർന്നിരുന്ന വിവാഹ ആ നിശ്ചയം കഴിഞ്ഞിട്ടും കന്യകയായിരുന്ന ആ മറിയം നമുക്ക് ഇന്നത്തെ വളർന്നു വരുന്ന യുവതി യുവാക്കന്മാർക്ക് ഒരു വലിയ മാതൃകയാണ്, വലിയൊരു സന്ദേശമാണ്. കന്യക എന്ന് പറഞ്ഞാൽ എന്താണ്? പുരുഷൻ തൊടാത്ത, ഒരു പുരുഷനും സ്പർശിക്കാത്ത, പുരുഷ സ്പർശനമേക്കാത്ത സ്ത്രീയാണ് കന്യക എന്ന് പറയുന്നത്. പുരുഷ സ്പർശനമേക്കാത്ത. ദൈവദൂതൻ വന്ന് മാതാവിനോട് ഈ മംഗളവാർത്തയെ അറിയിക്കുന്നുണ്ട്. നീ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, അവന് യേശു എന്ന പേരിടണം എന്നൊക്കെ പറയുമ്പോൾ ഈ മറിയം അല്ലെങ്കിൽ മാതാവ് അസ്വസ്ഥയായിട്ട് ചോദിക്കുകയാണ്, ഇത് എങ്ങനെ സംഭവിക്കും? ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. പുരുഷനുമായി വിവാഹം നിശ്ചയം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. അതിനപ്പുറത്ത് ഒരു ബന്ധത്തിലേക്കും ഒരു സ്പർശനത്തിലേക്ക് പോലും ഞാൻ പോയിട്ടില്ല.
എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ, പിന്നെ എങ്ങനെയാണ് ഞാൻ ഗർഭം ധരിക്കുന്നത് എന്ന്. അപ്പോൾ ഈ ഈ വിവാഹം നിശ്ചയം കഴിഞ്ഞ ഈ മറിയം അപ്പോഴും പുരുഷ സ്പർശനമേക്കാത്ത, ഒരു പുരുഷന്മാരുമായി പോലും ശാരീരിക ബന്ധത്തിലോട്ടോ അല്ലെങ്കിൽ അവരുടെ കരസ്പർശനം പോലും ഏൽക്കാത്ത ഒരു പെൺകുട്ടിയായിരുന്നു എന്നുള്ളത് വളരെ അത്ഭുതകരമായ ഒരു, നമുക്ക് ഈ കാലഘട്ടത്ത് ഏതൊരു പെൺകുട്ടികൾക്കും ഏത് യുവതി യുവാക്കന്മാർക്കും നൽകുന്ന വലിയൊരു മെസ്സേജാണ്. ഈ ശബ്ദം കേൾക്കുന്ന പ്രിയപ്പെട്ട ചെറുപ്പക്കാരെ, പുതിയ തലമുറയിൽപ്പെട്ട യുവതി യുവാക്കന്മാരെ, നിങ്ങൾ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ഈ വിധത്തിൽ കന്യകയായിട്ടാണോ നിങ്ങൾ വിവാഹത്തിലേക്ക് ഏർപ്പെടുന്നത്? വിവാഹമെന്ന കൂദാശ അത് പരിശുദ്ധമാണ്, വിശുദ്ധമാണ്, പവിത്രമാണ്. അനേകം തലമുറകളുടെ അടിസ്ഥാനമാണ് വിവാഹം എന്ന് പറയുന്ന കൂദാശ. ആ കൂദാശയിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ നിങ്ങൾക്ക് പറയുവാൻ സാധിക്കുമോ, ഒരു പുരുഷനും എന്നെ ഇതുവരെ സ്പർശിച്ചിട്ടില്ല? തെറ്റായ ഒരു കാഴ്ചപ്പാടോടെ, തെറ്റായ ഒരു വിധിയോടെ, ചിന്തയോടെ ഒരു പുരുഷ സ്പർശനം ഏൽക്കാത്തവളാണ് ഞാൻ, അല്ലെങ്കിൽ യാതൊരു പെൺകുട്ടികളെയും, ഒരു പെൺകുട്ടികളെയും തെറ്റായ വിധത്തിൽ ഞാൻ സ്പർശിക്കുകയോ നോക്കുകയോ തൊടുകയോ ഞാൻ ചെയ്തിട്ടില്ല എന്ന് ഒരു യുവാവിന് പറയുവാനായിട്ട് സാധിക്കുമോ? നമ്മളെല്ലാം ജപമാല ചെല്ലുന്നവരാ, ഒന്നിലധികം പ്രാവശ്യം ജപമാല ചെല്ലുന്നവരാ. മരിഭക്തി ഇന്ന് ഈ കാലഘട്ടത്ത് വർദ്ധിച്ചു വരികയാണ്. യേശുവിനേക്കാൾ ഭക്തി ഇപ്പോൾ മാതാവിനോടാണ്. നല്ല കാര്യം. എന്നാൽ മാതാവിൻ്റെ ജീവിത രീതി അനുകരിക്കുവാനായിട്ട് എത്ര പേര് ഇന്ന് ഉണ്ട്? മാതാവ് ഈ കാലഘട്ടത്ത് നമുക്ക് നൽകുന്ന സന്ദേശം എന്ന് പറയുന്നത് മാതാവിനെ അനുകരിക്കുന്നവരായി, അനുഗമിക്കുന്നവരായി, അവളുടെ ജീവിത രീതി, പുണ്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് സ്വീകരിക്കുന്നവരായി മാറുക എന്നുള്ളതാണ്. ആയതിനാൽ വിവാഹപ്രായത്തിലേക്ക് കടന്നു വരുന്ന ഓരോ യുവതി യുവാക്കന്മാരോട് ഞാൻ സ്നേഹത്തോടെ പറയട്ടെ, നിങ്ങൾ വിവാഹത്തിലേക്ക് കാലെടുത്തു വെക്കുമ്പോൾ നിങ്ങളുടെ ശരീരശുദ്ധി നിങ്ങൾക്കുണ്ടോ? ഇന്ന് വിവാഹത്തിന് മുൻപേ, വിവാഹ നിശ്ചയത്തിന് മുൻപേ തന്നെ എല്ലാവിധ പാപത്തിലും അകപ്പെട്ട് എല്ലാ മിളച്ചതുകളിലൂടെയും കടന്നുപോയി വിവാഹത്തിന് ശേഷം ചെയ്യേണ്ട എല്ലാ ശാരീരിക പ്രവൃത്തികളും അതിനു മുൻപേ ചെയ്ത് വളരെയധികം എക്സ്പീരിയൻസിലൂടെ പോയിരിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് പല കുട്ടികളും. ദേശരാജ്യങ്ങളിൽ, സ്റ്റേറ്റ് വിട്ട് മറ്റേ സ്റ്റേറ്റുകളിലൊക്കെ പഠിക്കാൻ പോകുന്ന, ജോലിക്ക് പോകുന്ന പല കുട്ടികളെക്കുറിച്ചും കേൾക്കുവാൻ, അറിയുവാൻ ഒക്കെ നമുക്ക് ഇട വന്നിട്ടുണ്ട്. വളരെയധികം സ്നേഹത്തോടെ, ഏറ്റവും അധികം സങ്കടത്തോടെ നിങ്ങളോട് ഞാൻ പറയട്ടെ, നിങ്ങൾ എവിടെ ചെല്ലുമ്പോഴും, ലോകത്തിൻ്റെ ഏത് അതിർത്തിയിൽ ചെല്ലുമ്പോഴും നിങ്ങൾ സൂക്ഷിക്കുന്നവരായി നമ്മൾ മാറുക. നിങ്ങളുടെ ശരീരത്ത് തെറ്റായ അർത്ഥത്തോടെ ഒരു പുരുഷനും തൊടാൻ നിങ്ങൾ അനുവദിക്കരുത്. ഒരു പെൺകുട്ടിയെയും തെറ്റായ വിധത്തിൽ പോലും സ്പർശിക്കുവാൻ നിങ്ങൾ അനുവദിക്കരുത്. നിങ്ങൾ ആൺകുട്ടികളെ, നിങ്ങൾ കാണുന്ന അവസരങ്ങളിൽ, ലഭിക്കുന്ന അവസരങ്ങളിലൊക്കെ കാണുന്ന പെൺകുട്ടികളുടെ മേൽ കൈകൾ വെക്കുന്ന പ്രകൃതമാണ് നിങ്ങൾക്കെങ്കിൽ, നമുക്ക് ലഭിക്കുന്ന പെൺകുട്ടികളും വിവാഹത്തിലേക്ക് കടന്നു വരുമ്പോൾ നമുക്ക് മണവാട്ടിയായി കടന്നു വരുന്ന ആ പെൺകുട്ടി പലരാൽ സ്പർശനങ്ങളേറ്റ് പല പാപത്തിൽ വീണ പെൺകുട്ടികളായിരിക്കും എന്നുള്ള കാര്യം മറക്കരുത്. വിവാഹം നിശ്ചയം കഴിഞ്ഞ അവൾ കന്യകയായിരുന്നു, കന്യകയായി അവൾ തുടരുന്നു.
അതുകൊണ്ടാണ് അവൾ പറഞ്ഞത്, ഞാൻ പുരുഷനെ അറിയുന്നില്ലല്ലോ എന്ന്. അല്ലേ, ഇന്ന് എത്ര പെൺകുട്ടികൾക്ക് ഇത് പറയുവാനായിട്ട് ചങ്കിൽ കൈവച്ച് മനസ്സാക്ഷിയോട് എത്ര പേർക്ക് പറയാൻ പറ്റും? ഞാൻ കന്യകയാണ്, ഞാൻ എൻ്റെ വിവാഹത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കന്യകയായിട്ടായിരിക്കും ഞാൻ പ്രവേശിക്കുന്നത്. ഒരു വ്യക്തിയും തെറ്റായി എൻ്റെ ശരീരത്ത് തൊടാൻ ഞാൻ അനുവദിക്കുകയില്ല. ആദ്യമായി എന്നെ ശാരീരികമായി തൊടുന്നുവെങ്കിൽ അതെൻ്റെ വിവാഹത്തിലൂടെ, വിവാഹമെന്ന കൂദാശയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ട എൻ്റെ ഭർത്താവ് മാത്രമായിരിക്കുമെന്ന് ഉറപ്പോടെ ചങ്കിൽ കൈവച്ചുകൊണ്ട് ഉറച്ച തീരുമാനങ്ങൾ എടുക്കാൻ ഈ ക്രിസ്മസ് നിങ്ങളെ സഹായിക്കുന്നുവെങ്കിൽ അത് വലിയൊരു അനുഗ്രഹമാണ്. രണ്ടാമത്തെ കാര്യം, മത്തായിയുടെ സുവിശേഷം അതിൻ്റെ 1-ാം അധ്യായത്തിൽ അവൾ ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ, അത് ആര്? ഈ മറിയം ഗർഭിണിയാണ് എന്നറിഞ്ഞപ്പോൾ നീതിമാനായ ജോസഫ് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ്? അവൾ അപമാന്യതയായി തീരാൻ അവൻ ആഗ്രഹിച്ചില്ല. അവൾ ആഗ്രഹിച്ചില്ല. കാരണം അവൾക്ക് എന്തോ, അവൾ ഗർഭിണിയായി മാറിയിട്ടുണ്ട്, അതുകൊണ്ട് ഞാൻ പരസ്യപ്പെടുത്തി മറ്റുള്ളവർ മുമ്പിൽ കൊട്ടിഘോഷിച്ച് അവളെ കുറ്റം വിധിച്ച് അവളെ നാണം കെടുത്തിയിട്ട് ഞാൻ പിന്മാറുന്നില്ല. പിന്നെയോ രഹസ്യത്തിൽ ആരും അറിയാതെ ഞാൻ അവളെ ഉപേക്ഷിക്കുവാൻ അവൻ തയ്യാറായി. കാരണം അതൊരു നല്ല ഒരു സ്വഭാവമാണ്. ഏതെങ്കിലും ബന്ധത്തിൽ നിന്ന്, ഇങ്ങനെയുള്ള ബന്ധത്തിൽ നിന്ന് നമ്മൾ ഒഴിവാകുമ്പോൾ നമ്മൾ അനുഷ്ഠിക്കേണ്ട ഒരു കാര്യം അതാണ്. പരസ്യപ്പെടുത്തിയല്ല, കുറ്റപ്പെടുത്തിയല്ല, 2 തെറി പറഞ്ഞിട്ടല്ല, നാട്ടുകാരെ മുഴുവൻ അറിയിച്ചിട്ടല്ല, അത് ചളമാക്കി കൊളമാക്കിയിട്ടല്ല. ആ ബന്ധത്തിൽ നമ്മൾ അകലേണ്ടത് സ്നേഹത്തോടെ, പരസ്പരം സംസാരിച്ച് കറക്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒത്തുതീർപ്പായി സ്നേഹത്തിൽ നമ്മൾ വേർപിരിഞ്ഞാൽ പിന്നീടായാലും നമുക്ക് പരസ്പരം കാണുമ്പോൾ കുറ്റബോധമില്ലാതെ നമുക്ക് വീണ്ടും അവരെ അഭിവാദനം ചെയ്യുവാനായിട്ട് സാധിക്കും. അതാണ് ജോസഫിൽ കണ്ട നീതിമാൻ എന്ന് പറയുന്ന അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അവൻ ഇങ്ങനെ ആഗ്രഹിച്ച് ചിന്തിച്ചുകൊണ്ട് അവളെ രഹസ്യത്തിൽ ഉപേക്ഷിക്കുവാൻ ചിന്തിച്ചുകൊണ്ട്, അവളെ അപമാനിതയാക്കാൻ ആഗ്രഹിക്കാതെ, ഇത് ഞാൻ പറയുമ്പോൾ ഈ ശബ്ദം കേൾക്കുന്ന ഓരോ ഭർത്താക്കന്മാരും, നിങ്ങളുടെ ഭാര്യമാരെ നിങ്ങൾ മറ്റുള്ളവരുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബത്തിൽ, കൂട്ടുകാരുടെ മുമ്പിൽ, സമൂഹത്തിൽ അപമാന്യതയാക്കാൻ ശ്രമിക്കരുത്. നിങ്ങൾ എത്ര നല്ലവരാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ഭാര്യ, നിങ്ങൾ വിവാഹം കഴിച്ച നിങ്ങളുടെ ജീവനാണ്, നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു പാർട്ട്ണറാണത്. അവളെ നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരുടെ മുമ്പിൽ കുറ്റപ്പെടുത്തരുത്. മക്കളുടെ മുൻപിൽ, അവളുടെ മാതാപിതാക്കന്മാരുടെ മുമ്പിൽ, നിങ്ങളുടെ കുടുംബത്തിൽ അവളെ ഒറ്റപ്പെടുത്തുകയോ അവളെ കളിയാക്കുകയോ മുറിപ്പെടുത്തി സംസാരിക്കുകയോ ചെയ്യരുത്. അവൾ അപമാന്യതയാകാൻ ഒരു ഭർത്താവും ആഗ്രഹിക്കുകയില്ല. നീതിമാന്മാരായ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുകയില്ല. ജോസഫിൽ നിന്ന് നാം കണ്ടുപിടിക്കേണ്ട ഓരോ പുരുഷന്മാരും, ഓരോ ഭർത്താക്കന്മാരും കണ്ടുപിടിക്കേണ്ട മാതൃകയാണത്. അപ്പോൾ ഈ മാതൃകകൾ നമ്മൾ സ്വീകരിക്കാതെ നമ്മൾ എന്തുവരെ ഭക്ത അഭ്യാസങ്ങൾ നടത്തിയാലും, എന്ത് പള്ളി പെരുന്നാളുകൾ നടത്തിയാലും, കേക്ക് മുറിച്ചാലും, 10,000 രൂപയുടെ പടക്കങ്ങൾ പൊട്ടിച്ചാലും, സ്റ്റാറുകൾ എത്ര തൂക്കിയാലും, എത്ര ജപമാല ചൊല്ലിയാലും എന്തു പ്രയോജനം? നിങ്ങളൊന്ന് ചിന്തിച്ചേ. നിങ്ങൾ അങ്ങനെ ആലോചിച്ചുകൊണ്ട് അവൻ രാത്രിയിൽ കിടന്നു. ആര്? ജോസഫ്. അങ്ങനെ ആ രാത്രിയിൽ സ്വപ്നത്തിൽ ജോസഫിന് ദൈവത്തിൻ്റെ ദൂതൻ മിഖായേൽ ദൂതൻ പ്രത്യക്ഷപ്പെട്ട് അവനോട് സംസാരിക്കുക. കണ്ടോ?
സംസാരിക്കുകയാണ്. എന്ത്? ജോസഫേ, മറിയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കാൻ നീ ശങ്കിക്കേണ്ട. കണ്ടോ, ശങ്കിക്കേണ്ട എന്ന് പറഞ്ഞാൽ നീ സംശയിക്കേണ്ട, നീ ആകുലപ്പെടേണ്ട, രണ്ടാമതൊന്ന് ചിന്തിക്കേണ്ട ആവശ്യമില്ല ഭാര്യയായി സ്വീകരിക്കാൻ. അവൾ ഗർഭം ധരിച്ചിരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. കണ്ടോ, പരിശുദ്ധാത്മാവിനാലാണ്. എന്നിട്ട് വീണ്ടും പറയുകയാണ്, അവൾ ഗർഭം ധരിച്ചൊരു പുത്രനെ പ്രസവിക്കും, നീ അവന് യേശു എന്ന പേരിടണം. എന്നാൽ അവൻ തൻ്റെ ജനത്തെ അവരുടെ പാപങ്ങളിൽ നിന്ന് മോചിപ്പിക്കും. കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, ദൈവം നമ്മോടുകൂടെ എന്ന അർത്ഥമുള്ള എമ്മാനുവേൽ എന്ന് അവൻ വിളിക്കപ്പെടും. ഹല്ലേലൂയ. ഈ ശബ്ദം കേൾക്കുമ്പോൾ പ്രത്യേകം നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, നിങ്ങൾ എന്തിനെക്കുറിച്ച് ചിന്തിച്ചുകൊണ്ടാണ് ഉറങ്ങാൻ നേരത്ത്, കിടക്കാൻ നേരത്ത്, ഏത് കാര്യം ചിന്തിച്ചുകൊണ്ട് ആകുലപ്പെട്ടുകൊണ്ട് ഭാരപ്പെട്ടുകൊണ്ടാണോ നിങ്ങൾ കിടക്കുന്നത്, അതിന് നിങ്ങൾക്ക് ഉത്തരം ദൈവം ആ രാത്രിയിൽ തന്നെ തരും. ജോസഫ് മറിയത്തെക്കുറിച്ച് ഓർത്തുകൊണ്ട് ചിന്തിച്ചുകൊണ്ട് അവൻ കിടന്നു. അവൻ്റെ ഉള്ളിൽ ഒരു പിടപ്പുണ്ടായിരുന്നു, ഒരു അസ്വസ്ഥതയുണ്ടായിരുന്നു, അവൻ്റെ ഉള്ളിൽ വേദനയുണ്ട്, വിഷമമുണ്ട്. പക്ഷെ അവൾ ഗർഭിണിയാണ്, അതിന് ഉത്തരവാദി ഞാനല്ല. അപ്പം അങ്ങനെ സ്ഥിതിക്ക് അവളെ വിവാഹം കഴിക്കുന്നത് ശരിയാണോ? അല്ല. അതുകൊണ്ട് ഞാൻ അവളെ ഉപേക്ഷിക്കുകയാണ്. പക്ഷേ അത് പരസ്യമാക്കുന്നില്ല. വിഷമത്തോടെ ആ രാത്രിയിൽ കിടന്നപ്പോൾ എന്ത് ഭാരത്തോടെയാണോ ജോസഫ് കിടന്നത്, അതിന് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ദൂതൻ വഴി കൊടുക്കുകയാണ്. ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, ഏത് ഭാരത്തോടെയാണോ, എന്ത് ചിന്തിച്ചുകൊണ്ടാണോ, എന്ത് അസ്വസ്ഥപ്പെട്ടാണോ നിങ്ങൾ കിടക്കുന്നത്, നിങ്ങൾക്ക് ഉത്തരം സ്വർഗത്തിൽ നിന്ന് ദൈവം തന്നെ തരും. ദൈവം തരും. നിങ്ങൾ ഒരു ധ്യാന ഗുരുക്കന്മാരുടെ അടുക്കലേക്ക് പോകണ്ട, ഫോൺ വിളിച്ച് ഒരു കൗൺസിലർമാരോടും പ്രാർത്ഥിച്ചൊരു മെസ്സേജ് എടുക്കാൻ നിങ്ങൾ പറയണ്ട. നിന്റെ ഭാരത്തെ, നിന്റെ ഉത്കണ്ഠയെ ദൈവത്തിനറിയാം. നീ ഉത്കണ്ഠപ്പെടുന്ന വിഷയത്തിന് സ്വർഗത്തിൻ്റെ ഉത്തരം നിനക്ക് നേരിട്ട് ദൈവം തരും. യോസഫിന് ദൈവം ദൂതൻ വഴി കൊടുക്കുകയാണ്. നീ ശങ്കിക്കേണ്ട, നീ ഭാരപ്പെടേണ്ട, നീ അസ്വസ്ഥമാകേണ്ട. കണ്ടോ, ധൈര്യപ്പെടുത്തുന്ന, പ്രത്യാശ നൽകുന്ന ഒരു വാർത്ത, സദ്വാർത്ത ദൂതൻ അവന് കൊടുക്കുകയാണ്. അവൾ പരിശുദ്ധാത്മാവിനാലാണ് ഗർഭം ധരിച്ചിരിക്കുന്നത് എന്ന്. പരിശുദ്ധാത്മാവിനാൽ ഗർഭം ധരിച്ചു, നീ അവന് യേശു എന്ന പേരിടണം എന്നുള്ള വാഗ്ദത്തങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പോൾ അവൻ ഇതാ പ്രഭാതത്തിൽ നിദ്രയിൽ നിന്ന് ജോസഫ് ഉണർന്നു. നിദ്രയിൽ നിന്ന് ജോസഫ് ഉണർന്നു. പ്രൈസ് ദി ലോർഡ്. രാത്രിയിൽ പ്രാർത്ഥിച്ച് കിടക്കുന്ന, ദൈവത്തോടൊപ്പം കിടക്കുന്ന, പ്രാർത്ഥനയിൽ ആയിരിക്കുന്ന, നീതിമാനായി കിടക്കുന്ന, മറ്റുള്ളവർക്ക് നന്മ വരണമെന്ന് ആഗ്രഹിച്ച് കിടക്കുന്ന വ്യക്തികൾക്ക് ദൈവം രാത്രിയിൽ പ്രത്യക്ഷപ്പെടും. മനസ്സിലായോ? ദൂതന്മാരെ അയക്കും. ദൈവം വ്യക്തിപരമായി നിങ്ങളോട് സംസാരിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. അവൻ ഇതാ പ്രഭാതത്തിൽ ഉണർന്നു, നിദ്രയിൽ നിന്ന് ഉണർന്നു. അപ്പൊ ദൈവത്തിന് നമ്മളോട് സംസാരിക്കാൻ പല വഴികളുണ്ട്. ദൂതൻ വഴി സംസാരിക്കാം, ദൈവം നേരിട്ട് സംസാരിക്കാം, പരിശുദ്ധാത്മാവിലൂടെ സംസാരിക്കാം, സ്വപ്നത്തിലൂടെ സംസാരിക്കാം. നിദ്രയിൽ നിന്ന് ഉണർന്ന് കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കർത്താവിൻ്റെ ദൂതൻ കൽപ്പിച്ചതുപോലെ ജോസഫ് പ്രവർത്തിച്ചു. കണ്ടോ, രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞപ്പോൾ ഉറക്കപ്പിച്ചാണ്, അത് ഉറക്കത്തിൽ തോന്നിയതായിരിക്കാം. ഇങ്ങനെ പല സ്വപ്നങ്ങൾ എന്തിനും ഞാൻ കണ്ടിട്ടുണ്ട്, ഇതൊരു ചുമ്മാ സ്വപ്നമായിരിക്കാം, ചുമ്മാ സ്വപ്നമായിരിക്കാം എന്ന് പറഞ്ഞ് ആ സ്വപ്നത്തെ തട്ടിവിട്ടില്ല. കൃത്യമായ വ്യക്തതയും ഉറപ്പും നിർണയവും ജോസഫിനുണ്ടായിരുന്നു. അതുകൊണ്ടാണ്
പ്രഭാതത്തിൽ എഴുന്നേറ്റ് ഉണർന്ന് രാത്രിയിൽ ദൈവദൂതൻ എന്തു പറഞ്ഞു അതിനനുസരിച്ച് പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. ഒരു നീതിമാൻ എന്താണെന്നറിയാവോ? അവൻ്റെ പ്രധാനപ്പെട്ട ഒരു കാര്യം അവൻ ദൈവകൽപ്പനകളെ അനുസരിക്കുന്നു എന്നുള്ളതാണ്. മനസ്സിലായി? ദൈവകൽപ്പനകളെ അനുസരിക്കുക. നാട്ടുകാരെന്തു പറയുന്നു എന്നുള്ളതല്ല. നമ്മൾ പലപ്പോഴും ഇന്ന് ഈ കാലഘട്ടത്തിൻ്റെ വലിയൊരു ശാപം എന്ന് പറയുന്നത് എന്താ? എന്തെങ്കിലും ഏത് വിഷയം ഉണ്ടായാലും ആ വിഷയം നാട്ടുകാരുടെ അഭിപ്രായമാണ് നമ്മൾ സ്വീകരിക്കുന്നത്. നാട്ടുകാരെന്നാ പറയുന്നു, പള്ളിയിൽ പോകുന്നവരെന്നാ പറയുന്നു, എൻ്റെ കൂട്ടുകാരെന്നാ പറയുന്നു, എൻ്റെ മാതാപിതാക്കളും വീട്ടിലുള്ളവരും എന്നാ പറയുന്നത്, സമൂഹം എന്നാ പറയുന്നത്, അവരെന്നാ ചിന്തിക്കും. സമൂഹത്തെക്കുറിച്ച് ചിന്തിക്കുന്ന, നാട്ടുകാരെ ഭയപ്പെടുന്ന, മറ്റുള്ളവർ എന്താണ് പറയുന്നത് എന്ന് ചിന്തിക്കുന്ന, മറ്റുള്ളവരുടെ അഭിപ്രായം അന്വേഷിക്കുന്ന ഒരു സമൂഹമായി നമ്മുടെ സമൂഹം മാറിയിരിക്കുകയാണ്. ഇത് ഏറ്റവും വലിയ ശാപമാണ്. അതുകൊണ്ടാണ് ആത്മീയമായി ആർക്കും ഉയരാൻ പറ്റാത്തതിന് കാരണം. മനസ്സിലായോ? യോസഫ് ഈ വിഷയം അവൻ്റെ വീട്ടുകാരോട് ചോദിച്ചോ? ഇല്ല. നാട്ടുകാരോട് ചോദിച്ചോ? ഇല്ല. കൂടെ പണി ചെയ്യുന്ന, ആശാരിപ്പണി ചെയ്യുന്ന മറ്റ് മേസ്തരിമാരോട് ചോദിച്ചോ? ഇല്ല. ആരോടും ചോദിച്ചില്ല. ഈ കാര്യം ഓർത്തുകൊണ്ട് രാത്രിയിൽ കിടന്നപ്പോൾ ദൈവം അവനോട് സംസാരിച്ചു. ആ ശബ്ദത്തെ അവൻ കേട്ടു, അതനുസരിച്ചു. പ്രിയമുള്ളവരെ, നിങ്ങൾ നേരിടുന്ന ഏത് വിഷയമായിക്കോട്ടെ, ആ വിഷയത്തിൽ, ആ പ്രതിസന്ധിയിൽ നിങ്ങൾ മറ്റുള്ളവരോട് അഭിപ്രായം ചോദിക്കാൻ നിൽക്കരുത്. മറ്റുള്ളവർ ഇതിനെക്കുറിച്ച് 100 അഭിപ്രായം പറഞ്ഞെന്നിരിക്കും. മനസ്സിലായോ? അപ്പോൾ നിനക്ക് ഉണ്ടായിരുന്നതിനേക്കാൾ കൺഫ്യൂഷനാകും. അതുകൊണ്ട് നാട്ടുകാരുടെ അഭിപ്രായമല്ല, നിന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി, നിന്റെ ജീവിത പങ്കാളിയെക്കുറിച്ച്, നിന്റെ മക്കളെക്കുറിച്ച്, നിന്റെ കുടുംബത്തെക്കുറിച്ചുള്ള ദൈവീക പദ്ധതി എന്താണ് എന്ന് നീ അന്വേഷിക്കണം. ദൈവം എന്താണ് ഈ കാര്യത്തിൽ എന്നോട് പറയാൻ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ വചനം എന്താണ് എന്നെക്കുറിച്ച് പറയുന്നത്, ഈ വിഷയത്തിൽ ദൈവവചനം എന്താ ഉത്തരം പറയുന്നത്, ഇതായിരിക്കണം നമ്മൾ സ്വീകരിക്കേണ്ടത്. കാര്യത്തോടടുക്കുമ്പം നമ്മൾ പലപ്പോഴും ഇതെല്ലാം മാറ്റിവെക്കും, അല്ലേ? ഏത് കാര്യമായിക്കോട്ടെ, കാര്യത്തോടടുക്കുമ്പോൾ നമ്മൾ ആത്മീയതയെ മാറ്റിവെക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് അതും മാറ്റിവെക്കും. കൂട്ടുകാരെ മാറ്റാൻ പറ്റുമോ? ഇല്ല. നാട്ടുകാരെ മാറ്റാൻ പറ്റുമോ? ഇല്ല. അവരെ കെട്ടിപ്പിടിച്ചോണ്ടാണ് ഇന്ന് നടക്കുന്നത്. അതുകൊണ്ട് തന്നെ ഭക്തകാര്യങ്ങളിൽ നിങ്ങൾ തൽപരാണെങ്കിലും ആത്മീയരല്ല, ആത്മീകമായി നശിച്ചുകൊണ്ടിരിക്കുന്ന അനേകർ. കൃപാവരങ്ങളിൽ വളരുന്നില്ല, ക്രിസ്തു സ്നേഹത്തിൽ വളരുന്നില്ല, അഭിഷേകത്തിൽ വളരുന്നില്ല. യോസഫ് എന്നാ ഇത്? കർത്താവ് അല്ലെങ്കിൽ ദൂതൻ കൽപ്പിച്ചതനുസരിച്ച് പ്രവർത്തിക്കണം. ദൈവം പറയുന്നതനുസരിച്ച് വേണം നിങ്ങൾ പ്രവർത്തിക്കാൻ. വചനം എന്തു പറയുന്നു അതിനനുസരിച്ച് ജീവിക്ക്, ജീവിതത്തെ ക്രമപ്പെടുത്ത്, ആക്ഷനിലേക്ക് കടക്കുക. നിങ്ങൾക്ക് അനുഗ്രഹം ഉണ്ടാകും. അവൻ തൻ്റെ ഭാര്യയെ സ്വീകരിച്ചു. കണ്ടോ? നാട്ടുകാർ പറയും ഡിവോഴ്സ് കൊടുക്കാൻ പറയും, കൂട്ടുകാർ പറയും ഡിവോഴ്സ് കൊടുക്കുക, കോടതി കൊണ്ട് കൊടുക്കാൻ പറയും. ഇന്ന് ഈ കാലഘട്ടത്താണെങ്കിൽ അതല്ലേ സംഭവിക്കുള്ളൂ. 2-3 കൂട്ടുകാർ ഒരേ അഭിപ്രായം പറഞ്ഞാൽ നമ്മളെന്നായും നമ്മളതങ്ങ് സ്വീകരിക്കും. നമ്മളതിൻ്റെ പുറകെ പോവും. 5-6 വർഷം ഡിവോഴ്സിൻ്റെ പുറകെ നടക്കും. ഡിവോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ അടുത്തയാളെ അന്വേഷിക്കും. അതിപ്പം കല്യാണം കഴിച്ചതാണെങ്കിലും കുഴപ്പമില്ല, പിള്ളേരുള്ളതാണെങ്കിലും കുഴപ്പമില്ല, പ്രസവിക്കാത്തതാണെങ്കിലും കുഴപ്പമില്ല. അങ്ങനെയുണ്ട്. നമ്മളിങ്ങനെ ഉടുപ്പ് മാറുന്ന പോലെ മാറിക്കൊണ്ടിരിക്കുക. അതിന് ഒരു ബുദ്ധിമുട്ടുമില്ല ഇന്ന് പലർക്കും. പ്രിയമുള്ളവരെ, ദൈവത്തെ അനുസരിക്കുക. നിന്റെ ഭാര്യയ്ക്ക്, നിന്റെ ഭർത്താവിന് എന്ത് കുറവുണ്ടെന്ന് പറഞ്ഞാലും ദൈവം കൂട്ടിച്ചേർത്തതാണ്. അത് കൂദാശയിലൂടെ കൂട്ടിച്ചേർക്കപ്പെട്ടത്. അവളെ മാറ്റി വെക്കരുത്. മനസ്സിലായോ? വെഡ്ഡിങ് എന്ന് പറയുന്നത് വെൽഡ് ചെയ്തതുപോലെയാണ്. വെൽഡിങ് വെൽഡ് ചെയ്ത് പിടിപ്പിച്ചിരിക്കുക. മരണം വരെയും
ആ വ്യക്തിയായിരിക്കണം നിങ്ങളുടെ ജീവിതത്തിൽ. എങ്കിൽ ആ തലമുറയിലേക്ക് അനുഗ്രഹം കടന്നു വരും. ഹല്ലേലൂയ. ഭാര്യയെ സ്വീകരിച്ചു. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവൻ അവളെ അറിഞ്ഞില്ല. അവൻ ശിശുവിന് യേശു എന്ന പേരിട്ടു. ആര്? ജോസഫ് പേരിട്ടു. അപ്പനായിരിക്കണം പേര് ഇടേണ്ടത്. വീണ്ടും ലൂക്കായുടെ സുവിശേഷത്തിലേക്ക് വരികയാണ്. 1-ാം അധ്യായം അതിൻ്റെ 37-ാമത്തെ വാക്യം. ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. ദൂതൻ പറയാം, ദൈവത്തിന് ഒന്നും അസാധ്യമല്ലല്ലോ. മറിയം പറഞ്ഞു, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ. കണ്ടോ, ജോസഫിനോട് ദൈവദൂതൻ പറഞ്ഞു, ഒട്ടനെ ജോസഫ് അതിനെ സ്വീകരിച്ചു, അതിനെ അനുസരിച്ചു ഒബേ ചെയ്തു. മാതാവിനോട് വന്ന് ദൈവദൂതനും പറഞ്ഞതിന് ശേഷം മാതാവ് പറയാണ്, ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ വാക്ക് പോലെ എന്നിൽ നിറവേറട്ടെ. രണ്ടിടത്തും രണ്ടു പേരോട് ദൈവം സംസാരിക്കുക. കണ്ടോ, അപ്പോൾ ദൈവദൂതന്റെ മുൻപിൽ മാതാവിനും പറയാനായിട്ട് ഉള്ളത് എന്നതാ? നിന്റെ വാക്ക് പോലെ എന്നിൽ സംഭവിക്കട്ടെ. മറിയത്തിൻ്റെതായ ഇഷ്ടങ്ങളില്ല, ആഗ്രഹങ്ങളില്ല, സ്വപ്നങ്ങളില്ല. പിന്നെയോ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ നിശ്ചയം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ തലേവര, അല്ലെങ്കിൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പ്രവചനം, എന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതി ഇതാണ് എങ്കിൽ അത് എന്നെ സംഭവിക്കട്ടെ എന്ന് മാതാവ് ഇതാ ഉത്തരമഴുകുകയാണ്, ഓർഡർ കൊടുക്കുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് പോയി. കണ്ടോ, മറഞ്ഞു. അപ്പോൾ ദൂതൻ അവളുടെ മുമ്പിൽ നിന്ന് മറഞ്ഞു. അവളുടെ ഉത്തരം കിട്ടുവോളം ദൂതൻ അവളുടെ മുമ്പിൽ, മറിയത്തിൻ്റെ മുമ്പിൽ നിൽക്കുകയായിരുന്നു. ഇതാ കർത്താവിൻ്റെ ദാസി, നിന്റെ ഗീതം എന്നിൽ നിറവേറട്ടെ. യെസ്, ഐ ആം ഓക്കേ, ഐ ആം റെഡി എന്ന് മാതാവ് പറയുന്ന, മാതാവിൻ്റെ വായിലൂടെ ആ ശബ്ദം കേൾക്കുന്നത് വരെ ദൂതൻ അവിടെ ഉണ്ടായിരുന്നു, അവിടെ നിന്നു. അത് കേട്ട മാത്രയിൽ ദൂതൻ ഈ മാതാവിൻ്റെ സന്ദേശവുമായിട്ട് പോകുക ദൈവത്തിൻ്റെ പക്കലേക്ക്. പ്രൈസ് ദി ലോർഡ്. ദൈവഹിതത്തിന് നമ്മളെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് വരെ, ദൈവത്തിന് അനുകൂലമായി, ദൈവിക പദ്ധതിക്ക് അനുകൂലമായി എൻ്റെ ദൈവമേ എന്നെ ഞാൻ ഏൽപ്പിച്ചു തരുന്നു എന്ന് പറയുന്ന നിമിഷം വരെ ഓരോ വ്യക്തിയുടെ മുമ്പിലും ദൈവദൂതന്മാർ കാത്തു കെട്ടിക്കിടക്കുക. നിന്റെ ഒരു യെസ് ലോർഡ് എന്നുള്ള മറുപടി കിട്ടുന്നത് വരെ, നിന്റെ വാ തുറക്കുന്നത് വരെ, നിന്റെ ഉത്തരത്തിന് വേണ്ടി കാത്തുനിൽക്കുന്ന ദൈവദൂതന്മാർ നിന്റെ ചുറ്റിനുമുണ്ട് എന്ന് ഈ ശബ്ദം കേൾക്കുന്ന പ്രിയമുള്ളവരെ മറക്കരുത്. ആയതിനാൽ ക്രിസ്മസ് ആഘോഷിക്കുന്ന, ക്രിസ്മസിന് വേണ്ടിയിട്ട് മേളം നടത്താനിട്ടിരിക്കുന്ന പ്രിയമുള്ളവരെ, ക്രിസ്മസിൻ്റെ പിന്നിലെ സന്ദേശങ്ങൾ എന്താണ്, അതാണ് നമ്മൾ സ്വീകരിക്കേണ്ടത്. അത് നമ്മളെ മാറ്റിമറിക്കണം. ദൈവത്തിൻ്റെ ഹിതം ഇന്ന് ഈ കാലഘട്ടത്ത് എന്നിൽ ദൈവിക പദ്ധതി നിറവേറ്റപ്പെടുന്നില്ല എങ്കിൽ 1000 ക്രിസ്മസുകൾ നിങ്ങൾ ആഘോഷിച്ചാലും കർത്താവിന് എന്താ പ്രയോജനം? അതിനാൽ കണ്ണുകളെ അടയ്ക്കാം, നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കനിവാനും സ്നേഹിയുമായ നല്ല ദൈവമേ കർത്താവേ, ഇന്നത്തെ ഈ സന്ദേശം കേട്ട ഞാൻ എൻ്റെ പ്രിയപ്പെട്ട ഓരോ പ്രിയപ്പെട്ടവരെയും പ്രത്യേകമായി നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ് കർത്താവേ. അവരെവിടെയായിരുന്നാലും ഇപ്പോൾ തന്നെ ഈ വചനം അവരുടെ ജീവിതങ്ങളിലേക്ക് തുളച്ച് കയറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. ദൈവദൂതൻ വഴി ജോസഫിനോട് അങ്ങ് സംസാരിച്ചതുപോലെ, ദൈവദൂതൻ വഴി മറിയത്തോടങ്ങ് സംസാരിച്ചതുപോലെ, ദൈവമേ ഇന്ന് എന്നിലൂടെ, എൻ്റെ ശബ്ദത്തിലൂടെ ഇന്ന് ഈ ശബ്ദം കേട്ട ഓരോ പ്രിയപ്പെട്ടവരിലേക്കും നിന്റെ ആത്യന്തികമായ ശക്തി, ആത്മാവും ജീവനുമേകുന്ന ഈ വചനത്തിൻ്റെ ആനന്ദ ശക്തി അവരുടെ മേൽ വ്യാപരിക്കട്ടെ കർത്താവേ. നിന്റെ ചോദ്യത്തിന് മുമ്പിൽ, നിന്റെ പദ്ധതിക്ക് മുമ്പിൽ കർത്താവേ യേസ് എന്ന് പറയുവാൻ തക്ക വിധം ഈ ശബ്ദം കേൾക്കുന്ന ഓരോ പ്രിയപ്പെട്ടവരെ നീ അഭിഷേകം ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വളർന്നു വരുന്ന പുതിയ തലമുറയെ, ഓരോ യുവതിവാക്കന്മാരെയും, വിവാഹത്തിന് വേണ്ടി ഒരുങ്ങുന്നവരെ, അവരെ തന്നെ വിശുദ്ധമായി പവിത്രമായി പാവനമായി അവരുടെ ശരീരത്തെയും മനസ്സിനെയും സൂക്ഷിക്കുവാൻ
ജീവിതാന്തസ്സിലേക്ക് പ്രവേശിക്കുന്ന, വിവാഹത്തിലേക്ക് പ്രവേശിക്കുന്നവര് കർത്താവേ, വിവാഹം വരെയും ദൈവം അവർക്കായി ഒരുക്കിയിരിക്കുന്ന ആ ജീവിത പങ്കാളിക്ക് വേണ്ടി തന്നെ നിർമ്മലയ കന്യകയെ പോലെ കർത്താവേ അവരെ വിശുദ്ധി സൂക്ഷിക്കുവാൻ പ്രിയ പരിശുദ്ധാത്മാവേ, നീ അവരെ സഹായിക്കണമേ, നീ അവരെ അനുഗ്രഹിക്കണമേ, നിന്റെ കൃപ കൊണ്ട് നിറയ്ക്കണമേ. മറിയം കൃപ നിറഞ്ഞവളായിരുന്നതുപോലെ നിന്റെ കൃപ കൊണ്ട് ഇപ്പോൾ തന്നെ ഈ ശബ്ദം കേൾക്കുന്ന എല്ലാവരും നിറയപ്പെടട്ടെ. ദൈവകൃപയാൽ നിറയപ്പെടട്ടെ. ദൈവകൃപ നിറഞ്ഞവളും കൃപ നിറഞ്ഞവന്മാരുമായി എല്ലാവരും പ്രിയപ്പെട്ടവരുമായി മാറട്ടെ. പരിശുദ്ധാത്മാവേ സഹായിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. Oh, glory to Lord, glory to Lord. Thank you Lord, thank you Jesus. Hallelujah, 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 hallelujah. യേശുവേ, ആരാധന, 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 ആരാധന. Thank you Jesus. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. പിതാവാം ദൈവമേ, ഞങ്ങളുടെ പുത്രനായ യേശുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. കൃപയോടെ കേൾക്കുമാറാകണമേ. ആമേൻ, ആമേൻ. God bless you. Praise the Lord.